കൊതുക് രക്തം കുടിക്കാനുള്ള കാരണമെന്ത്? വിശപ്പ്, ദാഹം, പ്രത്യുൽപാദനം, തണുപ്പ്. ഉത്തരം പ്രത്യുൽപാദനം. പ്രത്യുൽപാദനത്തിനായി കൊതുകുകൾ കടിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നു. രക്തം പ്രോട്ടീനുകളും ഇരുമ്പിൻ്റെയും അമിനോ ആസിഡിൻ്റെയും നല്ല ഉറവിടമായതിനാൽ പെൺകൊതുകുകൾക്ക് മുട്ട വളർത്താൻ ഇത് ആവശ്യമാണ്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം: ചായ, കോഫി, ജീരകവെള്ളം, ചൂടുവെള്ളം. ഉത്തരം ചായ. ചായയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ സെൽ ഓക്സിഡേഷൻ മന്ദഗതിയിലാക്കുകയും ദഹന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യുന്നു. ആപ്പിൾ ഓഫ് ലവ് എന്നറിയപ്പെടുന്നത് ഏത്? തക്കാളി, ചെറി, സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട്. ഉത്തരം തക്കാളി. തക്കാളി നിയമപരമായി ഒരു പഴത്തിൻ്റെ ബൊട്ടാണിക്കൽ സ്വഭാവ സവിശേഷതകളുള്ള ഒരു പച്ചക്കറിയാണ്. യഥാർത്ഥത്തിൽ ലവ് ആപ്പിൾ എന്നാണ് ഇത് പണ്ട് അറിയപ്പെട്ടിരുന്നത്. മുറിച്ചു സൂക്ഷിച്ചാൽ ബാക്ടീരിയ വർദ്ധിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പച്ചക്കറി: ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, വെള്ളരി. ഉത്തരം ഉള്ളി. അരിഞ്ഞ ഉള്ളിയുടെ ഒരു ഭാഗം സൂക്ഷിക്കാൻ നിങ്ങൾ ഒരിക്കലും ആലോചിക്കരുത്. സിപ്ലോക്ക് ബാഗിൽ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും സുരക്ഷിതമല്ല. വായുവുമായി സമ്പർക്കം പുലർത്തുന്ന ഉള്ളിനീര് ബാക്ടീരിയയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. ശരീരഭാരം കുറയ്ക്കാൻ ഇഞ്ചി ചായ കുടിക്കേണ്ട ഏറ്റവും നല്ല സമയം ഏത്? രാവിലെ, രാത്രി, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഉത്തരം രാവിലെ. പകൽ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ജിഞ്ചർ ടീ നല്ലതാണ്. എന്നാൽ ഇഞ്ചി ചായ കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയാണ്. പാമ്പിൻ വിഷത്തിൻ്റെ നിറം എന്ത്? വെള്ള, മഞ്ഞ, ഇളം നീല, പിങ്ക്. ഉത്തരം മഞ്ഞ. പാമ്പിൻ്റെ വിഷത്തിൻ്റെ മഞ്ഞ നിറം എൽ അമിനോ ആസിഡ് ഓക്സിഡേസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്ത ഭാഗം ഏത്? കാൽ, ജനനേന്ദ്രിയം, പൊക്കിൾ, വായ. ഉത്തരം പൊക്കിൾ. പൊക്കിൾ ചർമ്മത്തിൽ അടഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇത് ഇരുണ്ടതും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിൽ ബാക്ടീരിയകളും ഈസ്റ്റും പ്രജനനം നടത്തുന്നു. ഭക്ഷണശേഷം ഉടനെ കുളിക്കുന്നവർക്ക് വരുന്ന രോഗം ഏത്? സ്ട്രോക്ക്, ദഹനക്കേട്, മലബന്ധം, ആസ്മ. ഉത്തരം ദഹനക്കേട്. ഇത് ആമാശയത്തിൽ നിന്നും കുടലിൽ നിന്നും ചർമ്മത്തിൻ്റെ ഉപരിതലത്തേക്കുള്ള രക്തപ്രവാഹം വഴിതിരിച്ചു വിടുന്നു. ഇത് ദഹനക്കേടിലേക്ക് നയിച്ചേക്കാം. സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കുളിസമയം: രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, പാതിരാത്രി. ഉത്തരം പാതിരാത്രി. ഈ സമയത്ത് കുളിക്കുന്നത് രക്തക്കുഴലുകൾ ചുരുങ്ങാൻ ഇടയാക്കും. തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം വൈകും. ബ്രോങ്കൈറ്റിസ്, ആസ്മ തുടങ്ങിയ വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അവസ്ഥയിലുള്ള രോഗികളുടെ അവസ്ഥ വഷളാകുകയും സ്ട്രോക്കിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫോട്ടോസിന്തസിസ് സമയത്ത് ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം: ആര്യവേപ്പ്, കറ്റാർവാഴ, കറിവേപ്പ്, തുളസി. ഉത്തരം തുളസി. ഫോട്ടോസിന്തസിസ് സമയത്ത് ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യമാണ് തുളസി. ഉപാപചയ പ്രക്രിയയുടെ ഭാഗമായി ഓസോൺ പുറത്തുവിടാനുള്ള കഴിവിന് പേരുകേട്ട ഒരു സസ്യമായി തുളസി വേറിട്ടു നിൽക്കുന്നു.
എൻ്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ വീഡിയോ ലൈക്കും ചെയ്യണം.